ഇപ്പൊ കരത്തിലെ വില്ലൻ കഥാപാത്രം ഈ കൈകളിൽ ഭദ്രാണ്. അങ്ങനെ തോന്നണമെങ്കിൽ വിനീതേട്ടൻ വെറുതെ ഒന്നും അങ്ങനെ തോന്നില്ല. ഒരാളെ അഭിനയിപ്പിക്കണമെങ്കിലും അയാൾക്ക് അത്രയും കാലിബർ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് എന്നെ ഇതിൽ സെലക്ട് ചെയ്തേ, അങ്ങനെ കാത്തിരിക്കുമോ എന്നൊക്കെ ചോദിച്ചല്ലോ, അത് ചോദിച്ചായിരുന്നോ വിനീതേട്ടനോട്? വിനീതൻ ആ സമയത്ത് ബേസിക്കലി എൻ്റെ ഓഡിഷൻ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഏറ്റവും ഭാഗ്യം ആയിട്ട് ഞാൻ ബേസിക്കലി കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആക്ടർ എന്ന നിലയിൽ പലപ്പോഴും ഒരു ബൂസ്റ്റിംഗ് എലമെന്റ് ഒക്കെ വേണം. അപ്പോൾ വിനീതേട്ടൻ എനിക്ക് തോന്നുന്നു ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും മോറലി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് കോൺഫിഡൻസ് ഒരു ആക്ടർ എന്നുള്ളത്. ഇദ്ദേഹം കഴിഞ്ഞിട്ട് ബേസിക്കലി എനിക്ക് പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചതോട് ഇത് തന്നെയാണ്, ഫാന്റാസ്റ്റിക് ആക്ടിങ്, നീ എന്തായാലും കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വർക്ക് ചെയ്യാം, ഐ റിയലി വോണ്ട് ടു വർക്ക് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അതൊരു ബംപ് ആൻഡ് ബൂസ്റ്റ് ആയിട്ട് ബേസിക്കലി ആരെങ്കിലും ഓൾറെഡി ഭയങ്കര ഹൈയിൽ നിൽക്കുന്ന ഒരാള്, വിനീത് ശ്രീനിവാസനെ പോലെയുള്ള ഒരാള് മെസ്സേജ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ്. പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു 2 ഇന്റർവ്യൂലൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോ അതുമായിരിക്കാം വൺ ഓഫ് ദ റീസൺസ് വൈ ഹി റിമെമ്പേർഡ് മീ.